ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. കായിക ലോകത്തു നിന്നുള്ള പുത്തൻ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. സ്പോർട്സ് മിക്സ്. കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സ്പോർട്സ് എഴുത്തുകാരൻ മുഹമ്മദ് ദാവൂദ്. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ 2020 ടീമിൽ ഇടം പിടിച്ചതിനു പിന്നാലെ അതിന്റെ ആഘോഷമെന്ന വണ്ണം കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു സാംസൺ പുറത്തെടുത്ത പ്രകടനമാണ് കഴിഞ്ഞ വാരം സംസ്ഥാനത്തെ ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാഴ്ത്തിയത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി തുടരെ 1 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറികളുമാണ് സഞ്ജു നേടിയത്. ലീഗിലെ 3ാം മത്സരത്തിൽ ഓപ്പണർ സ്ഥാനത്തേക്കു തിരിച്ചെത്തിയ ശേഷമായിരുന്നു സഞ്ജുവിന്റെ നിറഞ്ഞാട്ടം. ടീമിന്റെ ആദ്യ മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല. 2ാം മത്സരത്തിൽ 6ാമനായാണ് ബാറ്റ് ചെയ്യാനിറങ്ങിയത്. എന്നാൽ 22 പന്തുകളിൽ നേടാനായത് 13 റൺസ് മാത്രമാണ്. എന്നാൽ കൊല്ലം സെയിലേഴ്സിനെതിരെ 3ാം മത്സരത്തിൽ മധ്യനിരവിട്ട് ഓപ്പണിംഗ് റോളിൽ തന്നെ സഞ്ജു തിരിച്ചെത്തി. 2020 ക്രിക്കറ്റിലെ തന്റെ ഇഷ്ട പൊസിഷൻ ഓപ്പണിംഗ് തന്നെയാണെന്ന് അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു മത്സരത്തിൽ സഞ്ജുവിന്റെ പ്രകടനം. തുടക്കം മുതൽ ബൌണ്ടറികൾ കൊണ്ട് ഗ്യാലറിയിൽ ആരവം തീർത്ത് 16 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച സഞ്ജു പിന്നാലെ 42 പന്തിൽ സെഞ്ചുറിയും കുറിച്ചു. 13 ഫോറുകളും 5 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. കൊല്ലം ഉയർത്തിയ 237 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം മറികടക്കാനും അതോടെ കൊച്ചിക്കായി. പിന്നാലെ തൃശൂർ ടൈറ്റൻസിനെതിരെയും അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു ആരാധകരെ ആവേശത്തിലാഴ്ത്തി. 46 പന്തിൽ 89 റൺസെടുത്താണ് താരം പുറത്തായത്. മത്സരത്തിൽ 26 പന്തിലാണ് സഞ്ജു അർദ്ധ സെഞ്ചുറി തികച്ചത്. ഇത്തവണ 4 ഫോറുകളും 9 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഇന്നിംഗ്സ്. അടുത്ത മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെയും സഞ്ജു മികച്ച പ്രകടനം തുടർന്നു. ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും ക്രീസിൽ നിലയുറപ്പിച്ച് ബാറ്റേന്തിയ സഞ്ജു ടീമിനെ 100 കടത്തി. 30 പന്തിൽ അർദ്ധ സെഞ്ചുറിയിലെത്തിയ സഞ്ജു 37 പന്തിൽ 62 റൺസെടുത്താണ് മടങ്ങിയത്. കേരള ക്രിക്കറ്റ് ലീഗിലെ പ്രകടനം ഇന്ത്യയുടെ ഏഷ്യ കപ്പ് ടീമിലെ ഓപ്പണിംഗ് റോളിൽ സഞ്ജുവിന് വഴി തുറക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. KCL ആദ്യവാരം സഞ്ജുവിനെയും മറികടന്ന പ്രകടനത്തോടെ റൺവേട്ടക്കാരിൽ ഒന്നാമത് നിൽക്കുന്നത് ഒരു 19-കാരനാണ്. തൃശൂർ ടൈറ്റൻസിന്റെ വെടിക്കെട്ട് ബാറ്റർ അഹമ്മദ് ഇമ്രാൻ. കളിച്ച 5 മത്സരങ്ങളിൽ നിന്നും 3 അർദ്ധ സെഞ്ചുറികളും 1 സെഞ്ചുറിയും ഉൾപ്പെടെ ആകെ 347 റൺസാണ് ഇമ്രാൻ നേടിയത്. ഇതിൽ തന്നെ ഒരു മത്സരത്തിൽ വെറും 2 റൺസിനാണ് ഇമ്രാന് സെഞ്ചുറി നഷ്ടമായത്. കഴിഞ്ഞ സീസണിൽ ആകെ 229 റൺസാണ് ഓൾറൗണ്ടറായ ഇമ്രാൻ നേടിയിരുന്നത്. കഴിഞ്ഞ സീസണിൽ ഗുജറാത്തിനെതിരെ സെമിഫൈനൽ മത്സരത്തിലൂടെ രഞ്ജി ട്രോഫിയിലും അരങ്ങേറിയ ഇമ്രാൻ കേരളത്തിന്റെ അണ്ടർ-19 ക്യാപ്റ്റൻ കൂടിയായിരുന്നു. CK നായിഡു ട്രോഫി ക്രിക്കറ്റിലെ സെഞ്ചുറി പ്രകടനത്തിലൂടെയും ഇമ്രാൻ തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. സെഞ്ചുറിയുമായി സഞ്ജുവും ഇമ്രാനുമാണ് KCL ആദ്യവാരം ബാറ്റിംഗിൽ താരങ്ങളായതെങ്കിൽ ഹാട്രിക്കുമായി തൃശൂർ ടൈറ്റൻസ് താരം AK അജിനാസ് ആണ് ബോളിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരായ മത്സരത്തിൽ സഞ്ജുവിന്റേതുൾപ്പെടെ 5 മുൻനിര വിക്കറ്റുകളാണ് സ്പിന്നറായ അജിനാസ് സ്വന്തമാക്കിയത്. 4 ഓവറിൽ വെറും 30 റൺസ് വിട്ടുനൽകിയായിരുന്നു അജിനാസിന്റെ പ്രകടനം. കൊച്ചി ഇന്നിംഗ്സിന്റെ 18ാം ഓവറിലായിരുന്നു അജിനാസിന്റെ ഹാട്രിക്. ആദ്യ പന്തിൽ കൊച്ചി ക്യാപ്റ്റൻ സാലി സാംസൺ അജിനാസിനെ സിക്സർ അടിച്ചു. 2ാം പന്തിൽ സാലിയെ മടക്കിയ അജിനാസ് 3ാം പന്തിൽ ജെറിനെയും പുറത്താക്കി. അടുത്ത പന്തിൽ മുഹമ്മദ് ആഷിഖും അജിനാസിന് മുന്നിൽ കുരുങ്ങി. അതോടെ സീസണിലെ ആദ്യ ഹാട്രിക് നേട്ടം അജിനാസ് സ്വന്തമാക്കി. തൃശൂർ ജയിച്ച കളിയിൽ താരമായതും അജിനാസ് തന്നെ. ഈ സീസണിൽ ഇതുവരെയുള്ള ഒരേയൊരു 5 വിക്കറ്റ് നേട്ടവും താരത്തിന്റേത് തന്നെ. എന്നാൽ 2-4 വിക്കറ്റ് പ്രകടനങ്ങളുമായി 5 കളികളിൽ 15 വിക്കറ്റുമായി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് താരം അഖിൽ സ്കറിയ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമതുണ്ട്. കഴിഞ്ഞ വാരം കേരളത്തിലെ കായിക പ്രേമികൾക്ക് സന്തോഷമേകിയ മറ്റൊരു വാർത്ത ഫിഫ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീം നവംബറിൽ കേരളത്തിൽ പ്രദർശന മത്സരത്തിനെത്തുന്നു എന്നതാണ്. ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ തന്നെയാകും അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം. 1 വർഷം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ടീമിന്റെ സന്ദർശനം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നവംബർ 10നും 18നും ഇടയിൽ മത്സരം നടത്താനാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ നീക്കം. അതേസമയം സൌഹൃദ മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികളുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. സൗദി അറേബ്യ, ഖത്തർ, കോസ്റ്ററിക്ക എന്നീ ടീമുകളായിരുന്നു ആദ്യഘട്ട ചർച്ചകളിലുണ്ടായിരുന്നത്. എന്നാൽ ഓസ്ട്രേലിയൻ ടീമും താൽപര്യം പ്രകടിപ്പിച്ചതോടെ ടീമുകളുടെ എണ്ണം 4ആയി. ലോക ചാമ്പ്യന്മാർക്ക് കേരളം മികച്ച എതിരാളിയെ തേടുമ്പോൾ മേൽക്കൈ ലോക റാങ്കിങ്ങിൽ 24ാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയക്കു തന്നെയാണ്. എന്നാൽ കേരളത്തിലെ ആരാധക പിന്തുണ കണക്കിലെടുത്ത് അറബ് ടീമുകളെ പരിഗണിക്കാനും സാധ്യതയുണ്ട്.
കേരള സന്ദർശനത്തിന് മുമ്പ് ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ നടക്കുന്ന അർജന്റീന ടീമിന്റെ സൌഹൃദ മത്സരത്തിന് എതിരാളികളെ കൂടി പരിഗണിച്ചാകും കേരളത്തിലെ എതിരാളികളെ തീരുമാനിക്കുക. കേരള സന്ദർശനത്തിനു ശേഷം ഡിസംബറിൽ കൊൽക്കത്ത ഉൾപ്പെടെ രാജ്യത്തെ മറ്റു നഗരങ്ങളിൽ സ്വകാര്യ ചടങ്ങുകൾക്കായും മെസ്സി എത്തുന്നുണ്ട്. 2011 അർജന്റീന അവസാനമായി ഇന്ത്യയിലെത്തിയത്. അന്ന് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസ്വേലയെയാണ് അർജന്റീന നേരിട്ടത്. മെസ്സി ആദ്യമായി അർജന്റീന ദേശീയ ടീമിന്റെ ക്യാപ്റ്റനായ മത്സരം കൂടിയായിരുന്നു അത്. ആശങ്കക്കും അനിശ്ചിതത്വത്തിനും ഒടുവിൽ ഒക്ടോബറിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 12ാം സീസണ് തുടക്കമാകുമെന്ന സൂചനയും ഫുട്ബോൾ പ്രേമികൾക്ക് ശുഭവാർത്തയായി. ഒക്ടോബർ അവസാനത്തോടെ മത്സരങ്ങൾ തുടങ്ങാൻ കഴിയും വിധം വേദികളുടെ ലഭ്യത പരിശോധിക്കാൻ ക്ലബ്ബുകൾക്ക് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ഒക്ടോബർ അവസാനം മത്സരങ്ങൾ ആരംഭിച്ച് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ മത്സരങ്ങൾ നടത്താനാണ് നിലവിലെ ധാരണ. മത്സരഘടന മാറുന്നതിനൊപ്പം വേദികളുടെ എണ്ണവും കുറവായിരിക്കും. ചെലവ് കുറക്കാനാണ് ഈ ക്രമീകരണം. കൊച്ചി ഉൾപ്പെടെയുള്ള സ്റ്റേഡിയങ്ങളിൽ നടക്കേണ്ട ഹോം മത്സരങ്ങളുടെ കാര്യം എന്താകുമെന്ന് ആശങ്കയുണ്ട്. കൂടാതെ ISL സംപ്രേഷണാവകാശം ജിയോ ഹോട്ട്സ്റ്റാറിന് പകരം മറ്റൊരു പ്ലാറ്റ്ഫോമിന് നൽകുമെന്നും സൂചനയുണ്ട്. ISLന് മുമ്പ് സൂപ്പർ കപ്പ് നടത്താൻ ആലോചനയുണ്ടായിരുന്നെങ്കിലും ക്ലബ്ബുകളുടെ എതിർപ്പിനെ തുടർന്ന് ഇത് ഉപേക്ഷിച്ചു. കഴിഞ്ഞ സീസണിലെ I-ലീഗ് കിരീട ജേതാക്കളായ ഇന്ദ്രകാശി സ്ഥാനക്കയറ്റം ലഭിച്ച് പുതിയ ISL സീസണിൽ മത്സരിക്കും. അടുത്ത മാസം ടോക്കിയോയിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് 19 ഇന്ത്യൻ താരങ്ങൾ ടിക്കറ്റ് ഉറപ്പിച്ചപ്പോൾ അതിൽ കേരളത്തിന്റെ അഭിമാനമായി M. ശ്രീശങ്കറും അബ്ദുള്ള അബൂബക്കറും ഇടം പിടിച്ചു. നീരജ് ചോപ്ര ഉൾപ്പെടെ 5 പേർ യോഗ്യതാമാർക്ക് പിന്നിട്ട് ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമ്പോൾ 13 ഇന്ത്യൻ താരങ്ങൾ റാങ്കിംഗ് അടിസ്ഥാനത്തിൽ ടിക്കറ്റ് ഉറപ്പാക്കി. ഹെപ്റ്റാത്ലണിലെ ഏഷ്യൻ ചാമ്പ്യൻ നന്ദിനി അഗസാരയ്ക്ക് നേരിട്ട് യോഗ്യത ലഭിച്ചു. ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയവരുടെ പട്ടിക വേൾഡ് അത്ലറ്റിക്സ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. പരുക്കിനും ശസ്ത്രക്രിയയ്ക്കും ശേഷം ലോങ് ജംപ് പിറ്റിലേക്ക് അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തിയ പാലക്കാട് സ്വദേശി M. ശ്രീശങ്കർ റാങ്കിൽ 36ാം സ്ഥാനക്കാരനായാണ് ടോക്കിയോ ബർത്ത് ഉറപ്പിച്ചത്. 26കാരനായ ശ്രീശങ്കറിന്റെ 4ാം ലോക ചാമ്പ്യൻഷിപ്പാണിത്. ട്രിപ്പിൾ ജംപ് റാങ്കിങ്ങിൽ 28ാം സ്ഥാനത്തോടെ യോഗ്യത നേടിയ കോഴിക്കോട് സ്വദേശി അബ്ദുള്ള അബൂബക്കർ തുടർച്ചയായി 3ാം ലോക ചാമ്പ്യൻഷിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ്. നിലവിലെ ലോക ചാമ്പ്യനായ നീരജ് ചോപ്രയ്ക്കൊപ്പം സച്ചിൻ യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഉൾപ്പെട്ടതോടെ പുരുഷ ജാവലിൻ ത്രോയിൽ യോഗ്യത നേടിയ ഇന്ത്യക്കാരുടെ എണ്ണം 3ആയി. അബ്ദുള്ളയും നേരത്തെ യോഗ്യതാമാർക്ക് പിന്നിട്ട പ്രവീൺ ചിത്രവേലും ചേരുന്നതോടെ പുരുഷ ട്രിപ്പിൾ ജമ്പിൽ ഇന്ത്യക്ക് ഇരട്ട പ്രാതിനിധ്യമുണ്ടാകും. പുരുഷ ഹൈജമ്പിൽ സർവേഷ് കുഷാരയും വനിതാ ജാവലിൻ ത്രോയിൽ അന്നു റാണിയും റാങ്കിംഗ് കോട്ടയിലൂടെ യോഗ്യത ഉറപ്പിച്ചു. സെപ്റ്റംബർ 13 ലോക ചാമ്പ്യൻഷിപ്പിന് തുടക്കം. യോഗ്യത നേടിയ 19 ഇന്ത്യൻ താരങ്ങളിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നതിൽ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെലക്ഷൻ കമ്മിറ്റി അന്തിമ തീരുമാനമെടുക്കും. രാഹുൽ ദ്രാവിഡിനു ശേഷം ടെസ്റ്റ് ടീമിലെ 3ാം നമ്പർ പൊസിഷനിൽ ഇന്ത്യയുടെ വിശ്വസ്തനായിരുന്ന ചേതേശ്വർ പൂജാര രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വാരമാണ്. ഇന്ത്യൻ ജേഴ്സി ധരിച്ച് ദേശീയഗാനം ആലപിച്ച് ഓരോ തവണ ഗ്രൌണ്ടിലിറങ്ങുമ്പോഴും എന്റെ ഏറ്റവും മികച്ച പ്രകടനത്തിനു വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു അവസാനമുണ്ടാകുമല്ലോ. വളരെ നന്ദിയോടെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു, പൂജാര സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂർച്ചയേറിയ ബോളിംഗ് നിരകളെ മികച്ച സാങ്കേതിക തികവ് കൊണ്ട് പ്രതിരോധിച്ച് ദീർഘനേരം ക്രീസിൽ തുടരാൻ മിടുക്കനായ പൂജാര ഒരു പതിറ്റാണ്ടിലേറെക്കാലം ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ വിശ്വസ്തനായിരുന്നു. 2010 മുതൽ 2023 വരെ 103 ടെസ്റ്റുകളിൽ ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട്. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അവസാന രാജ്യാന്തര മത്സരം കളിച്ചത്. 37 വയസ്സുകാരനായ പൂജാര ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയാണ്. പിതാവ് അരവിന്ദ് പൂജാര ആഭ്യന്തര ക്രിക്കറ്റിൽ സൌരാഷ്ട്രയുടെ താരമായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ 66 സെഞ്ചുറികൾ പൂജാരയുടെ പേരിലുണ്ട്. 2018-19 സീസണിൽ ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ ചരിത്രപരമായ ആദ്യ ടെസ്റ്റ് പരമ്പര വിജയത്തിലെ പൂജാരയുടെ പങ്ക് എക്കാലവും ഓർമ്മിക്കപ്പെടുന്നതാണ്. പരമ്പരയിൽ 1258 പന്തുകൾ നേരിട്ട് 521 റൺസാണ് പ്ലെയർ ഓഫ് ദി സീരീസായ പൂജാര നേടിയത്. 3 സെഞ്ചുറികളും പരമ്പരയിൽ അദ്ദേഹം സ്വന്തമാക്കി. ഓസീസ് മണ്ണിൽ ഇന്ത്യ തുടർച്ചയായി നേടിയ ബോർഡർ ഗാവസ്കർ ട്രോഫി വിജയങ്ങളിൽ പൂജാരയുടെ പങ്ക് വലുതായിരുന്നു. 2010 ഓസ്ട്രേലിയക്കെതിരെ ബംഗളൂരു ടെസ്റ്റിലായിരുന്നു പൂജാരയുടെ രാജ്യാന്തര അരങ്ങേറ്റം. ആദ്യ ഇന്നിംഗ്സിൽ 4 റൺസെടുത്ത് പുറത്തായെങ്കിലും 2ാം ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങി. 89 പന്തുകൾ നേരിട്ട പൂജാര 72 റൺസ് നേടിയാണ് പുറത്തായത്.
IPLൽ പഞ്ചാബ് കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ടീമുകളുടെ ഭാഗമായിരുന്നു. ഡയമണ്ട് ലീഗ് ഫൈനലിൽ രണ്ടാം കിരീടം തേടിയിറങ്ങിയ ഇന്ത്യയുടെ നീരജ് ചോപ്രയുടെ പോരാട്ടം വെള്ളി മെഡലിൽ അവസാനിച്ചു. പുരുഷ ജാവലിൻ ത്രോയിൽ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനത്തോടെ ജർമ്മനിയുടെ ജൂലിയൻ വെബർ ചാമ്പ്യനായപ്പോൾ തന്റെ മികച്ച പ്രകടനത്തിന് അടുത്തെങ്ങുമെത്താൻ നീരജിനായില്ല. 5ാം റൌണ്ട് വരെ 3ാം സ്ഥാനത്തായിരുന്ന നീരജ് അവസാന ത്രോയിലാണ് ട്രിനിഡാഡിന്റെ കെഷോൺ വാൽക്കൌട്ടിനെ തള്ളി 2ാം സ്ഥാനം ഉറപ്പിച്ചത്. 2022 സീസണിൽ ഡയമണ്ട് ലീഗ് ചാമ്പ്യനായിരുന്ന നീരജ് ചോപ്ര അതിനുശേഷം തുടർച്ചയായ 3ാം സീസണിലാണ് വെള്ളിയുമായി മടങ്ങുന്നത്. കഴിഞ്ഞ വർഷം ബെൽജിയത്തിലെ ബ്രസൽസിൽ നടന്ന ഡയമണ്ട് ലീഗ് ഫൈനലിൽ വെറും 1 സെന്റിമീറ്ററിന്റെ വ്യത്യാസത്തിലാണ് നീരജിന് കിരീടം നഷ്ടമായത്. സ്വർണം നഷ്ടമായെങ്കിലും തുടർച്ചയായ 27ാം ജാവലിൻ മത്സരത്തിലും ആദ്യ 2 സ്ഥാനങ്ങളിലൊന്ന് ഉറപ്പാക്കാൻ നീരജിന് കഴിഞ്ഞു. മേയിൽ ദോഹ ഡയമണ്ട് ലീഗ് മീറ്റിൽ നീരജിനെ പിന്തള്ളി ഒന്നാമതെത്തിയ ജർമ്മൻ താരം ജൂലിയൻ വെബർ വീണ്ടും ഇന്ത്യയുടെ വില്ലനായി മാറുകയായിരുന്നു. ആദ്യ റൌണ്ടിൽ 91.37 മീറ്റർ പിന്നിട്ട വെബർ സീസണിലെ ലോകത്തെ ഏറ്റവും മികച്ച പ്രകടനത്തോടെ ലീഡെടുത്തു. ആദ്യ റൌണ്ടിൽ 84.35 മീറ്റർ പിന്നിടാനായ നീരജാകട്ടെ കെഷോൺ വാൽക്കൌട്ടിനും പിന്നിൽ 3ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. വെബറിനെ മറികടന്ന് ഡയമണ്ട് ലീഗ് കിരീടം നേടണമെങ്കിൽ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തണമെന്ന അവസ്ഥയിലായി അതോടെ നീരജ്. അതിന്റെ സമ്മർദ്ദം നീരജിന്റെ പ്രകടനത്തെയും ബാധിച്ചപ്പോൾ 2ാം ഊഴത്തിൽ 91.51 മീറ്റർ എറിഞ്ഞിട്ട് വെബർ മികവിന്റെ ഗ്രാഫ് വീണ്ടും ഉയർത്തി. 2ാം റൌണ്ടിൽ 82 മീറ്ററുമായി പിന്നോട്ടു പോയ നീരജ് അതിനുശേഷം തുടർച്ചയായ 3 ഫൗളുകൾ വഴങ്ങിയത് തിരിച്ചടിയായി. മെഡൽ നഷ്ടമാകുമോ എന്ന് ആശങ്കപ്പെട്ട ഇന്ത്യൻ ആരാധകരെ അവസാന ത്രോയിലൂടെയാണ് നീരജ് വെള്ളി മെഡലിന്റെ ആശ്വാസത്തിലേക്ക് ഉയർത്തിയത്. സ്പോർട്സ് മിക്സ് കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്പോർട്സ് എഴുത്തുകാരൻ മുഹമ്മദ് ദാവൂദ്.